പെണ്ണിന് പൗഡർ ഇടാം, പെണ്ണിന് കണ്ണെഴുതാം, പെണ്ണിന് സുഗന്ധം പൂശാം. എവിടുന്ന് അറിയോ? വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല. ഇപ്പോഴല്ല നിങ്ങൾ കണ്ണെഴുതേണ്ടത്, ഇപ്പോഴല്ല ഈ ചുരിദാർ ഇടേണ്ടത്. നിങ്ങൾ മാക്സ് ഇടേണ്ടത് ഇപ്പോഴാ. ബസ്സിൽ വരുമ്പോഴാണ് മാക്സ് ഇടേണ്ടത്. നിങ്ങൾ മാക്സ് ഇട്ട വീട്ടിൽ നിന്നാ. ലെഗിങ്സ് ഇടേണ്ടത് വീട്ടിൽ നിന്നാ, ഭർത്താവിന്റെ മുന്നാ. അയാൾക്കാണ് ഇതൊക്കെ കാണേണ്ടത്, നാട്ടുകാർക്കല്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് എന്താ ഇടുക? പർദ്ദ. പർദ്ദക്ക് ഡിസൈൻ വന്നാൽ അതിന് മാക്സി എന്നുള്ള പറയാ. രണ്ടും തമ്മിൽ വേറെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഒരു ഷേപ്പും ഇല്ല, ഒരു സാധനം ഇല്ല. അതാ നിങ്ങൾ ഒരു മാക്സി ഇട്ടാണ്ട് റോട്ടുമ്പോൾ കൂടെ നടന്നു നോക്കിയാണ് കോട്ടക്കൊക്കെ ഒരു മനുഷ്യൻ നിങ്ങളെ തൊടൂല. ബസ് കയറി വെക്കി മാക്സി ഇട്ടാണ്ട് സീറ്റ് ഇട്ടും എല്ലാവരും എണീച്ച് തരും. അവിടെ ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഇതിട്ടാ നമ്മള് പുറയിലിക്കണേ. ഉണ്ടോ? അപ്പൊ ഉമ്മാന്റെ നല്ല മുഖം, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ചിരിച്ച് ഗേറ്റും കെട്ട് തുറന്ന് കിടക്കുമ്പോൾ കുട്ടി കാണേണ്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ മുഖ. ഇതിനെ ഞങ്ങൾ വീടുണ്ടാക്കിച്ചത്, അല്ലാതെ മുറ്റടിച്ചാരാനുള്ള പോരാ. ഉണ്ടോ? അപ്പം ഗേറ്റും കെട്ട് തുറന്നപ്പോ ഉമ്മ കൊലായിൽ എണീറ്റു, രണ്ട് കയ്യും ഇടത്തിൽ നിന്ന് മക്കൾ ഓടി വന്ന് ഉമ്മാൻ ഒറ്റ കെട്ടിപ്പിടുത്ത. ഏത് കുട്ടിയാ തെറ്റിപ്പോവുക? ഏത് കുട്ടിയാ പ്രേമത്തിന്റെ ചുഴിയിൽ പെട്ടുപോവുക? ഇതൊന്നും ഞമ്മളെ പോരലില്ല. ഞമ്മക്കൊരു പോരാ. രാവിലെ എണീച്ചാൽ ഈ മാക്സിം കയറ്റി കുത്തി മുടിയും വലിച്ചു വാരി കെട്ടി പത്തിരി ഉണ്ടാക്കുക, എന്നിട്ട് പണ്ടാറടക്കാൻ പറയാ. പണ്ടാറടങ്ങാൻ എന്നാത് തീരുക? ഞമ്മളെ പെണ്ണുങ്ങൾക്കുള്ള പണി എന്താ അറിയോ? പണി തീർക്കുക. രാവിലെ എണീച്ച പടച്ചോനെ പ്രാർത്ഥന എന്താ? പടച്ചോനെ നിന്റെ പണി തീർക്കണേ. പുതിയാപ്പിള എന്നെ പ്രാർത്ഥിക്കണേ. ഇവിടെ പണിയൊന്നും തീർന്നിട്ടാ വേറെ ഒക്കെ. ഇനി നിങ്ങളെ പണി തീരുന്നവരെ നിങ്ങൾക്ക് പണി ഉണ്ടാവും. പണി തീർന്നാ പിന്നെ കഫൻ ചെയ്ത് കബർക്ക് പറഞ്ഞേക്കും. അതുകൊണ്ട് പണി തീർന്നിട്ട് ഒരു പണി നടക്കൂല. കുട്ടികളെ നോക്കലും കുടുംബം നോക്കലും വീട് നോക്കലും എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങളുടെ പണിയാണ്. അപ്പൊ 4 നേരം കുട്ടികൾക്ക് മുമ്പിൽ നല്ല മുഖം. ഇനി നമ്മളെ വീടൊന്ന് ആലോചിച്ച് നോക്കിയാ ഞങ്ങള് രാവിലെ ഇങ്ങനെ കിടന്ന് വിറക് അടുക്കളയിൽ. ആ സമയത്ത് കുട്ടി മാറ്റിയുണ്ടാവും, ഡ്രസ്സ് ഉണ്ടാവും. അവസാനം പോവാൻ നേരത്ത് ചെരുപ്പ് ഇങ്ങനെ ഇടുമ്പോ കൊലായിന്ന് ഉമ്മാ വിളിയേക്കൂല, അടുക്കളയിൽ തിരക്കിലായിരിക്കും. പിന്നെ വിളിക്കും ഉമ്മാ എന്താടി ഞാൻ പോവാട്ടോ. പോയില്ലേ? പോടാ അവിടുന്ന്. ഒറ്റ പാച്ചില കുട്ടി തിരിഞ്ഞു നോക്കൂല, പുല്ല് മുളക്കി അവൾ പോയ വഴിയിൽ. എന്ത് പറച്ചില്ല അത്? 2 നേരം ഭർത്താവിന് നല്ല മുഖം കൊടുക്കണം. 2 നേരം. ബാക്കി നിങ്ങൾ മുഖം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴാ 2 നേരം എന്നറിയോ? ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോ, ഭർത്താവ് ജോലി കഴിഞ്ഞു വരുമ്പോ. ബസ് കഴിഞ്ഞു. ജോലി കഴിഞ്ഞു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ സ്വീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബി വനിതകളായിരുന്നു നബി സ്വഹാബികളെ സ്വീകരിച്ചത്. അവർ കാത്തിരിക്കും. ഇസ്ലാമിൽ ഒരു തത്വമുണ്ട്. ഒരു മനുഷ്യൻ ദൂരയാത്രക്ക് പോയാൽ അയാൾ തിരിച്ചു വരുന്നത് വീട്ടിൽ അറിയിക്കണമെന്ന്. നിങ്ങൾ തിരിച്ചു വരുന്ന സർപ്രൈസ് വരാൻ പാടില്ല. തിരിച്ചു വരുന്നുണ്ടെന്ന് ഭാര്യനെ ആദ്യം അറിയിക്കണം. ഞാനിതാ ഇന്ന സമയത്ത് എത്തും എന്ന് അറിയിക്കണം. എന്തിനാന്നറിയോ? എന്തിനാ? അവക്കൊന്ന് ഒരുങ്ങി നിൽക്കാൻ. എങ്ങനെ ഒരുങ്ങി നിൽക്കുക? അയാളെ സ്വീകരിക്കാൻ. അയാളെ വണ്ടിന്റെ ഒച്ച കേൾക്കുമ്പോ, അയാളെ ബൈക്കിന്റെ ഒച്ച കേൾക്കുമ്പോ ഭാര്യ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കണം. നിങ്ങളെ മുഖാ കാണേണ്ടത്. ഇത് മൂപ്പരിങ്ങനെ വെല്ലടിക്കും, കിളിങ് 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 കിളിങ്. അടുക്കളയിൽ നിങ്ങൾ മോനോട് പറയും, ഓടിന്ന് തോണ്ടിയിരിക്കും. ഓനോട് പറയടാ ആപ്പം തുറന്നിർത്താ. ചെക്കനെ കേട്ടിട്ടുണ്ടാവില്ല, ഓ മറ്റേ പബ്ജിയിലായിരിക്കും. ബാപ്പ പിന്നെ അവിടുന്ന് കിണിങ് 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 കിണിങ്. ഇയാൾക്കൊന്നുകൂടെ അകത്തേക്ക് കയറി മേലേക്കിട്ടാണ് ക്ഷീണം മാറ്റാൻ. അയാൾ പിന്നെയും മെല്ലടിക്കും. അപ്പോഴും ഉമ്മ അവിടുന്ന് ഉറക്കനെ കേൾക്കൂല. പൊട്ടൻ പോയി തുറന്നെടുക്കടാ. അപ്പൊ ചെക്കൻ പോയി വായിലൊടുക്കും. ബാപ്പക്ക് ഓനോട് ചീത്ത, ഓൻ ഉമ്മനോട് ചീത്ത, ഓൻ അങ്ങോട്ട് ചീത്ത. വീടാകെ കളിച്ചതായി. ആ വരുന്ന സമയത്തൊന്ന് വാതിൽ തുറന്നിട്ട് അയാൾക്കൊന്ന് സലാമൊക്കെ പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വരി കയറിക്കോളി, നിങ്ങൾ വേഗം പോയിക്കാണ് മേലേക്ക്, ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെക്കട്ടോ. എന്തൊരു ആശ്വാസം ഉണ്ടാവും എന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കുടുംബത്തിന്റെ ആകെയുള്ള അലകും പിടിയും മാറ്റിമറിക്കാൻ ആണും പെണ്ണും തയ്യാറാവണം. നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 4 നേരങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ നല്ല മുഖം കൊടുത്താൽ മതി. അങ്ങനെ സ്നേഹം അത് പ്രകടിപ്പിക്കുന്ന ഉമ്മമാരും, സ്നേഹം പ്രകടിപ്പിക്കുന്ന വാപ്പയും, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഭാര്യയും ഭർത്താവും, സ്നേഹം പ്രകടിപ്പിക്കുന്ന അമ്മായി അമ്മമാരും നാത്തൂന്മാരും ഒക്കെയുള്ള കുടുംബമായി മാറണം. ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം കുടുംബത്തിലേ ഉള്ളൂ. എന്നാൽ നമുക്കാണ് ഈ ഖുർആൻ കിട്ടിയതും കുടുംബത്തെക്കുറിച്ചുള്ളതും. അമ്മായി അമ്മ സ്വൈര്യം കിടക്കുന്ന എത്ര മരുമക്കളുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? നാത്തൂന്മാര് അനാവശ്യമായി ഇടപെട്ട് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മായി അമ്മമാരെ,
മനസ്സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ടാവണമെങ്കിൽ അത് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് കൃത്യമായി ഈ രൂപത്തിൽ നിങ്ങളും മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് നാളെ ഒരു ഐശ്വര്യം കൈവരൂ. നോക്കൂ, അല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത ഓരോ മക്കളും ഇനി മക്കളോട് ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ താളൊക്കെ തെറ്റും. ഇനിയും ഒരുപാട് ആളുകൾ കുടുംബത്തെ പരിചയപ്പെടുത്താനുണ്ട്, ആശംസകൾ പറയാനുണ്ട്, ഉച്ചയാകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനും ചുരുക്കാണ്. കുട്ടികളോട് ഒരേ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്താണ്. ഞാൻ പറയണത് എൻ്റെ സംസാരം മനസ്സിലാക്കുന്ന മക്കളോടാണ് കേട്ടോ. മക്കൾക്ക് വേണ്ടത് എന്ത്? ഒറ്റ കാര്യം, വേറെ ഒന്നും ഞാൻ പറയില്ല. അതിന്റെ പേരെന്താണെന്നറിയോ? അതിന്റെ പേരാണ് അനുസരണ. ഇന്ന് സൂപ്പർ മാർക്കറ്റ് പോയാലും കൂടി കിട്ടാത്തൊരു സാധനം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താ വേണ്ടത്? അനുസരണ. അനുസരണയില്ലാത്ത ഒരു ജീവിയെയും നമുക്ക് പോറ്റാൻ കഴിയില്ല. ഇത്രയും മനസ്സിലാക്കുക. എന്റെ വാപ്പാക്ക് 5 കോഴിക്കളുണ്ട്. 5 കോഴിക്കള് എന്റെ വാപ്പാക്ക് അല്ലേ. 4 കോഴിക്കളും മരിവാൻ കൊടുത്താൽ പൊട്ട് കയറും, 1 കോഴി പുരപ്പുറത്ത് കയറും. നോക്കണം, 4 കോഴി വാപ്പ വിളിച്ചാൽ വരും, 1 കോഴി വിളിച്ചാൽ വരൂല. എന്റെ വാപ്പക്ക് ഈ 4 കോഴിക്കളും പോറ്റാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 5ാമത്തെ കോഴിയിൽ എന്റെ വാപ്പ എന്ത് ചെയ്യും? 4 ദിവസം വാപ്പ നോക്കും. 4ാമത്തെ ദിവസം ഉമ്മനോട് പറയടി, കൂടുതൽ വിടുമ്പോഴേ ആ മറ്റേനെ വിടണ്ട, അന്നിന്റെ വീട്ടിൽ കോഴിക്കറി ആയിരിക്കും അല്ലേ. അതിന് അർത്ഥം കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. ആ ഒരാൾക്ക് 100 ആടുകളുണ്ട്, 99 ആട് അയാൾ വിളിച്ചാ വരും. എന്നാൽ ഒരാട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. എങ്ങനെ അതിനെ പോറ്റുക? ഏത് ജീവിനെയും പോറ്റാ. ആനനെ പോറ്റുണ്ട് ആൾക്കാര് അല്ലേ. ഗുരുവായൂര് ദേവസ്വം ആനനെ പോറ്റുണ്ട്. അവിടെ 100 കണക്കിന് ആനകളുണ്ട്. ആനനെ പോറ്റാം, ഒരു പ്രശ്നമില്ല. ഒറ്റ കാര്യം എന്താ? ആന അനുസരിക്കണം. കോഴിയെ പോറ്റാം, അനുസരിക്കണം. നായയെ പോറ്റാം, അനുസരിക്കണം. മക്കളെയും പോറ്റാം, അവർ അനുസരിക്കണം. നമ്മളെ കുട്ടികളോ പറഞ്ഞാൽ കേൾക്കൂല. ചെറിയ കുട്ടിയും കൂടി പറഞ്ഞാൽ കേൾക്കൂല. മോനെ അങ്ങനെയല്ല, എങ്ങനെ ഉണ്ടാകുന്നല്ലോ, മോനെ ഫോൺ പഠിക്കണ്ട, ഉണ്ടോ? എങ്ങനെ ഇതിനെ പോറ്റുക? കോഴിയാണെങ്കിൽ അറുത്ത് കൂട്ടാൻ വെക്കേനി, പോത്താണെങ്കിൽ വിറ്റാ പൈസ ഇട്ടീനി. ഇതിനെന്താ ചെയ്യാ? ഉണ്ടോ? അവിടെയാണ് മക്കൾ ചിന്തിക്കേണ്ടത്. ഉമ്മയും ബാപ്പയും നോ എന്ന് പറഞ്ഞാൽ അത് അവന് ഗുണമാണ്. ഉമ്മയും ബാപ്പയും യെസ് എന്ന് പറഞ്ഞാലോ അതും അവന് ഗുണമാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ അനുസരണ പഠിപ്പിക്കണം. ബാപ്പയെ അനുസരിക്കാത്ത, ഉമ്മയെ അനുസരിക്കാത്ത ഒരു മക്കളും ലോകത്ത് ആര് പറഞ്ഞാലും അനുസരിക്കില്ല. അവര് അപകടകരമായ രീതിയിൽ വളരും. കണ്ടല്ലോ. അപ്പൊ എല്ലാരോടും ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.